തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയതാ കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ച. UDF വിശിഷ്യ കോൺഗ്രസിൽ ഇപ്പോഴും ആ ചർച്ച തുടരുന്നുണ്ട്. ACC വിലക്കിയൊക്കെ നോക്കി എവിടെ. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല നേതാക്കളെ ചുറ്റിത്തിരിഞ്ഞാണ് തൽക്കാലം ചർച്ചകളൊക്കെ പോകുന്നത്. നേതൃത്വം വിലക്കി നോക്കി, പ്രതികരണങ്ങൾ പക്ഷേ തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓരോരുത്തരെയും അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകളൊക്കെ പലയിടങ്ങളും ഉയർന്നത്. കണ്ണൂരിലുയർന്നു, തൊടുപുഴയിലുയർന്നു. LDF പക്ഷേ ഒരൊറ്റ പേര് മാത്രമേ മുഖ്യമന്ത്രി കസേരയിലേക്ക് പറഞ്ഞു കേട്ടുള്ളൂ. അതാരും ഉറപ്പിച്ചു പറയേണ്ട കാര്യമില്ല. എവർക്കും അറിയുന്ന പോലെ അത് പിണറായി വിജയന്റെ പേര് തന്നെയാണ്. LDF അനുകൂലികളിൽ ചിലരെങ്കിലും KK ശൈലജ മുഖ്യമന്ത്രിയാകണം എന്ന് അടക്കം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആര് എന്നതിനപ്പുറം മറ്റു മന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ, ഇതിലൊക്കെ ഇപ്പോൾ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നു. നമുക്ക് ആ സാധ്യതകൾ ആദ്യം ഒന്ന് വിശകലനം ചെയ്യാം. ഗോപികൃഷ്ണൻ, മുഖ്യമന്ത്രി കസേരയ്ക്ക് നമുക്കിപ്പോൾ അനുകൂലിക്കാനുള്ള അവസ്ഥയില്ല അല്ലേ? മുഖ്യമന്ത്രി കസേരയ്ക്ക് നമുക്കൊന്നും പറയാനില്ല, പക്ഷെ അവർക്കും ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവരെല്ലാവരും ഇന്നിപ്പോ VD സതീശന്റെ ഫ്ലക്സ് ബോർഡുകൾ കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്, തൊടുപുഴയിൽ ഉയർന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നതാണ്. അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി UDF ഒരുക്കിയതും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF വിജയം ഉറപ്പാക്കാൻ പ്രയത്നിച്ചവരുടെയും ഒക്കെ നേതൃസ്ഥാനത്ത് നിന്നയാൾ VD സതീശൻ എന്ന നിലയിൽ ആയിരിക്കണം അങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ടാവുക. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ്. മാത്രമല്ല അത് ഒരു പടി കൂടി കടന്ന് ഈ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡ് വരെ കോൺഗ്രസിൽ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇത്തരം ഒരു ചർച്ചയിൽ KC വേണുഗോപാലിന് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതെ, അല്ല, ഈ നേതാക്കൾ എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്. KC വേണുഗോപാൽ പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല, VD സതീശൻ പറയുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യം, അദ്ദേഹം ഇനി മിണ്ടാനെ പോകുന്നു. രമേശ് ചെന്നിത്തലയും ഇതുപോലെ തന്നെയാണ്. അതായത് ഞാൻ ഇനി ഈ ചർച്ചകൾക്കൊന്നുമില്ലാന്ന്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വന്നിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിന്റെ ഒരു പരസ്യം വന്നത് 8 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ആണെന്നുള്ള അങ്ങനെ ഒരു ആരോപണം വരികയും അതിന്റെ ഭാഗമായിട്ട് ചില നടപടികളിലേക്ക് പോവുകയും ചെയ്തു. ഏതായാലും SKN AICC ഈ കാര്യത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലേക്ക് കടക്കേണ്ടതേ ഇല്ല എന്നതാണ്. പക്ഷെ അതിനിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം, മുസ്ലിം ലീഗിനകത്ത് VD സതീശന് അനുകൂലമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ ലീഗിൽ നിന്ന് വന്നു എന്നത് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിൽ നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്ത് വാർത്തയുണ്ടാക്കി എന്നാണ് പറഞ്ഞത്. ഞാനത് കണ്ടു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കണ്ടിരുന്നു. അതെ, അതില് MK മുനീർ പറഞ്ഞത് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഒരു വരി നിങ്ങൾ വിട്ടുപോയി എന്നാണ് അദ്ദേഹത്തിന്റെ. അതായത് AICC ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നൊരു വരി കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതൊരു കാര്യം, ജനങ്ങൾക്ക് താല്പര്യം VD സതീശനെയാണ് എന്ന് ധ്വനി വരുന്ന തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ലീഗിന് ഈ VD സതീശനുള്ള പിന്തുണയായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഏതായാലും SKN ഇതിനകത്ത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഇവർ 3 പേരുടെ പേരുകൾ ഈ മുഖ്യമന്ത്രി റേസിന് വേണ്ടിയിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയ നിശബ്ദത ഇടതുമുന്നണിയുടെ ക്യാമ്പിൽ നിന്ന് നിൽക്കുകയാണ്. കാരണം ഒരുപക്ഷെ അവർ ഇതെല്ലാം അവിടെ നടക്കട്ടെ, ഞങ്ങൾക്ക് ഭരണ തുടർച്ചയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊരു കണക്കുകൂട്ടൽ അവർക്കുണ്ടാകും. കാരണം മുഖ്യമന്ത്രി ഇന്ന് അവസാനത്തെ മന്ത്രിസഭാ യോഗമായിരുന്നു. ഈ അടുത്ത ഫലം വരുന്നതിന് തൊട്ട് മുൻപായി മുഖ്യമന്ത്രി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ പിന്നെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. യാത്ര പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.